പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട മക്കളെ, വലിയ അഭിഷേകങ്ങളിലൂടെ കേരള സഭ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് കേരള സഭ മുഴുവൻ ഒറ്റക്കെട്ടായി ഒരേ ഹൃദയത്തോടെ അഭിവന്യ പിതാക്കന്മാര്, വൈദികര്, സന്യസ്തര്, അൽമായ പ്രേക്ഷിതര് സഭയ്ക്കൊരു നവീകരണം വേണമെന്ന് ആഗ്രഹിക്കുന്നു. ആ നവീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭാ സംവിധാനങ്ങളെല്ലാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഷാലോം ടിവിയോടൊപ്പവും ജപമാല യജ്ഞത്തിലൂടെ കേരള സഭ ആഗ്രഹിക്കുന്ന, കേരള സഭയെ മുഴുവനോടെ എല്ലാ മലയാളികളെയും, ലോകം മുഴുവനുള്ള എല്ലാ മലയാളികളെയും KCBC പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുകയാണ്. അപ്പം അതിനുവേണ്ടി ഷാലോം TV അമ്മയ്ക്കൊരു പുഷ്പകിരീടം എന്ന ശുശ്രൂഷയിലൂടെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മളെ ഒരുക്കുകയാണ്. ആത്മീയമായുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ നമ്മളെ സഹായിക്കുകയാണ്. അമ്മ എങ്ങനെയാണ് നമ്മുടെ അഭയമാകുന്നതെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ ഒക്ടോബർ 31 കേരള സഭ ലോകം മുഴുവനുള്ള മലയാളികളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഇവിടെ ഞാൻ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ, നമ്മൾ കേരളത്തിൽ നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് അനവധിയായ വിശുദ്ധന്മാരുണ്ടാകുന്നു. കണ്ണൂരിലെ മരിയ സെലിനെ ആ പദവിയിലേക്ക് ഇങ്ങനെ ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് അൽഫോൺസാമ്മയുണ്ട്, മരിയ സിസ്റ്ററുണ്ട്. അങ്ങനെ അനവധിയായ അഭിഷേകങ്ങൾ ഈ കാലഘട്ടത്തിൽ മലയാളികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മയ്ക്ക് അടിമ വയ്ക്കുന്ന ആ ഒരു ശുശ്രൂഷ എങ്ങനെയായിരുന്നു എന്ന് ആദ്യം നമുക്ക് ധ്യാനിക്കാം. ഈ കുഞ്ഞ് ഏലിയാസ് അച്ഛൻ കുഞ്ഞായിരിക്കുമ്പോൾ 6 മാസം പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ വെച്ചൂർ പള്ളിയിൽ കൊണ്ടുപോയി അമലോത്ഭവ മാതാവിന് അടിമ വയ്ക്കുകയാണ്. അപ്പോൾ ഈ അടിമ വെക്കൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികൻ ആ അമ്മയോട് പറഞ്ഞു, മോളെ, ഇനി ഈ മകൻ നിന്റേതല്ല, ഇവൻ ഇന്നു മുതൽ പരിശുദ്ധ അമ്മയുടെ മകനാണ്. ഹല്ലേലൂയ. ദൈവജനനിയുടെ മകനായി ഇവനെ വളർത്തണം. വലിയൊരു ദൈവവിളിയാണ് ആ വികാരി അച്ഛൻ ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ അമ്മയ്ക്ക് കൊടുത്തത്. ഇവനെ ആ പരിശുദ്ധ ജനനിയുടെ മകനായിട്ട് നീ വളർത്തണം. ആ അമ്മ ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ആ അമ്മ തൻ്റെ മരണം വരെ സെപ്റ്റംബർ 8 തൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റുന്ന സന്ദർഭങ്ങളിൽ കൊണ്ടുപോയും അല്ലാത്തപ്പോൾ ആത്മീയമായിട്ടും ആ പള്ളിയിൽ പോയി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് തൻ്റെ കുഞ്ഞിനെ പ്രതിഷ്ഠിക്കുമായിരുന്നു അത്രേ. കുഞ്ഞിങ്ങനെ വളർന്നപ്പോൾ, കുഞ്ഞിന് വളർച്ച ഉണ്ടായ ബോധം ഉദിച്ച കാലഘട്ടത്തിൽ ഈ അമ്മ ആ അടിമ വയ്ക്കൽ ശുശ്രൂഷ പുതുക്കുന്ന ദിവസങ്ങളിൽ അമ്മ കുഞ്ഞിനോട് പറയും, മോനെ, നീ മാതാവിൻ്റെ ദാസനാണ്. കുഞ്ഞ്, നീ എൻ്റെ കുഞ്ഞല്ല, നീ മാതാവിൻ്റെ ദാസനാണ്. ആ ഒരു സത്യം നീ എപ്പോഴും ഓർക്കണമെന്ന് ആ കുഞ്ഞിനെ ഓർമ്മപ്പെടുത്തും. അങ്ങനെ മാതാവിൻ്റെ ദാസനായി ആ കുഞ്ഞ് വളർന്നു വന്നതുകൊണ്ടാണ് ഇന്ന് അൾത്താര വണക്കത്തിന് യോഗ്യനായി ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ വളർന്നത്. ഞാൻ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ 4 തവണയാണ് ഈ ഒരു അടിമ വയ്ക്കൽ ശുശ്രൂഷ പങ്കെടുത്തത്. ഇപ്പം നമ്മുടെ ചുറ്റുപാട് നമുക്കിപ്പോൾ പള്ളിക്കുന്ന് പള്ളിയിൽ പരിശുദ്ധ ലൂർദ് മാതാവിനെ അടിമ വയ്ക്കുന്ന ശുശ്രൂഷ വളരെ പ്രശസ്തമാണ്. വയനാട്ടിലെ പള്ളിക്കുന്ന്, അവിടെയാണ് ഞാനിപ്പോൾ വൈദികനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നത്. മാഹിയിൽ അമ്മ തെരേസയ്ക്ക് ഉള്ള അടിമ വയ്ക്കൽ ശുശ്രൂഷ അതിപ്രശസ്തമാണ്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എന്നെ എൻ്റെ മാതാപിതാക്കൾ കൊണ്ട് അടിമ വെച്ചത് 4 പള്ളികളിലാണ്. ഒന്ന് വല്ലാർപാടം പരിശുദ്ധ അമ്മയുടെ പള്ളിയിൽ. അവിടെ അമ്മ ആ അടിമ വെക്കൽ ശുശ്രൂഷ കഴിയുമ്പോൾ എൻ്റെ അമ്മയും പറഞ്ഞു, മോനെ, ഇന്ന് മുതൽ നീ പരിശുദ്ധ അമ്മയുടെ അടിമയാണ്. രണ്ടാമത് ആലപ്പുഴയിൽ ഞാൻ
ആലപ്പുഴയിലെ വിശുദ്ധ അന്തോനീസ് പുണ്യവാളൻ്റെ അതിപ്രശസ്തമായ ഒരു കുരിശടിയിൽ അന്തോനീസ് പുണ്യവാളൻ്റെ അടിമയായിട്ട്, അർത്തുങ്കൽ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാളൻ്റെ അടിമയായിട്ട്, കൊച്ചിയിലെ കണ്ണമാലിയിൽ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ അടിമയായിട്ട്, ഈ അടിമ വെക്കൽ ശുശ്രൂഷയിലൂടെ നമ്മുടെ മാതാപിതാക്കന്മാർ ആഗ്രഹിക്കുന്നത് എന്താ? ഇതിപ്പോൾ KCBC നമ്മളെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുക. കേരള സഭ മാതാവിൻ്റെ ഒരു ദാസനായിട്ട് സമർപ്പിക്കപ്പെടാൻ പോകുമ്പോൾ എന്താണ് നമ്മുടെ പൂർവീകര്, നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ KCBC ആഗ്രഹിക്കുന്നത്? നാം എല്ലാവരും ഈ വിശുദ്ധരുടെ സ്വന്തമാകണം, നാം പരിശുദ്ധ അമ്മയുടെ സ്വന്തമാകണമെന്ന് സഭാപിതാക്കന്മാര്, കേരള സഭയിലെ പിതാക്കന്മാർ ആഗ്രഹിക്കുക. തീർന്നില്ല, ഈ വിശുദ്ധരെ മക്കൾ സ്വന്തമാക്കണമെന്ന്. അപ്പൊ നാം പരിശുദ്ധ അമ്മയുടെ സ്വന്തമാകണമെന്നും പരിശുദ്ധ അമ്മയെ നാം സ്വന്തമാക്കണമെന്നും KCBC ആഗ്രഹിക്കുക. അതിനായി നമ്മൾ വില നൽകണം, വിശുദ്ധരുടെ ജീവിത ശൈലി നമ്മൾ പകർത്തണം. ഇപ്പൊ KCBC ഒക്ടോബർ 31 നമ്മെ എല്ലാവരെയും, കേരള സഭയും ലോകം മുഴുവനുള്ള മലയാളികളെയും ഭാരത സഭയെയും ലോകം മുഴുവനുള്ള സഭയെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുക. അതിന് കേരള സഭ വില നൽകണം. എന്ത് വിലയാണ് നൽകേണ്ടത്? പരിശുദ്ധ അമ്മയുടെ ജീവിത ശൈലി കേരള സഭ പ്രാവർത്തികമാക്കണം. അപ്പൊ ആ ഒരു വലിയ വെല്ലുവിളിയാണ് കേരള സഭയും ഷാലോൺ TV ഒക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. പറഞ്ഞ ഹല്ലേലൂയ. വിശുദ്ധ പൗലോസിന്റെ വീക്ഷണത്തിൽ മാമോദിസ സ്വീകരിക്കുമ്പോൾ ഒരാള് ക്രിസ്തുവിൻ്റെ അടിമയാകുകയാണ്, ക്രിസ്തുവിൻ്റെ ദാസനാകുകയാണ്. അവൻ സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കുകയാണ്. ബലം പ്രയോഗിച്ചുള്ള ദാസ്യല്ലാകുന്നത് സ്വതന്ത്ര തീരുമാനത്തോടെ ദൈവത്തിൻ്റെ ദാസനാകുന്നു. എന്ന് പറഞ്ഞാൽ ഒരാൾ സാത്താൻ എന്ന യജമാനനെ ഉപേക്ഷിച്ച് യേശുവെന്ന യജമാനനെ സ്വീകരിക്കുന്നു. സാത്താൻ എന്ന യജമാനനെ ബോധപൂർവ്വം ഉപേക്ഷിച്ചുകൊണ്ട് യേശു എന്ന യജമാനനെ ബോധപൂർവം സ്വീകരിക്കുകയാണ്. യേശുവെന്ന യജമാനനെ സ്വീകരിക്കുമ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യമാണ് നമുക്ക് ലഭിക്കുന്നത്. കർത്താവുള്ളിടത്ത് യഥാർത്ഥ സ്വാതന്ത്ര്യമുണ്ടെന്ന് വിശുദ്ധ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധിയുടെ, സത്യത്തിൻ്റെ, നീതിയുടെ മേലങ്കിയാണ് കർത്താവിൻ്റെ ദാസന്മാർക്ക് ലഭിക്കുന്നതെന്ന് പൗലോസിലേക്ക് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവർ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുമെന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 21-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ മറിയത്തിൻ്റെ ദാസനാകലാണ്, മറിയത്തിൻ്റെ ദാസിയാകലാണ് KCBCയും ഷാലോം TVയും ഈ അമ്മയ്ക്കൊരു പുഷ്പകിരീടം എന്ന ശുശ്രൂഷയിലൂടെ നമ്മെ നയിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? മറിയത്തിൻ്റെ ദാസനാകുമ്പോൾ, ദാസിയാകുമ്പോൾ എന്ത് അത്ഭുതമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? അതറിയണമെങ്കിൽ വിശുദ്ധ മോൺഫോർട്ടിൻ്റെ യഥാർത്ഥ മരിയ ഭക്തി എന്ന പുസ്തകത്തിലൂടെ നാം കടന്നു പോകണം. ഒന്ന്, നാം മറിയത്തിൻ്റെ ദാസനാകുമ്പോൾ, ദാസിയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതം എന്താണ്? ഒന്നാമത്തെ അത്ഭുതം, നമ്മുടെ ആത്മാവിനെ തടസ്സപ്പെടുത്തുന്നതും നമ്മെ ബന്ധനത്തിലാക്കുന്നതും വിഭ്രാന്തിയിലേക്ക് നയിക്കുന്നതുമായ എല്ലാ ആശങ്കകളിൽ നിന്നുള്ള വിടുതലാണ് നമുക്ക് ലഭിക്കുന്നത്. വിശുദ്ധ ലൂയിസ് മോൺഫോർട്ടിലൂടെ യഥാർത്ഥ മരിയഭക്തി എന്ന പുസ്തകത്തിലൂടെ മാതാവ് തന്നെ വെളിപ്പെടുത്തി തന്നിരിക്കുക. തന്നിൽ അഭയം തേടുന്നവരെ നടക്കുന്ന അത്ഭുതം, അവരുടെ ആത്മാവിൻ്റെ രക്ഷ തടസ്സപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അവരെ ബന്ധനത്തിലാക്കുന്ന, പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, മരണത്തിൻ്റെ ബന്ധനത്തിലാക്കുന്ന, അല്ലെങ്കിൽ അവരെ വിഭ്രാന്തിയിലേക്ക് കൊണ്ടുപോകുന്ന, ആസക്തികൾക്ക് അടിമപ്പെടുത്തുന്ന ആ മേഖലകളിൽ നിന്നുള്ള സമ്പൂർണമായ വിടുതലാണെന്ന്
വിശുദ്ധ മോൺഫോർട്ട് നമ്മെ പഠിപ്പിക്കുക. രണ്ടാമത്തേത്, പുത്രസഹജമായ ശരണത്തോടെ പിതാവിനെ എന്ന പോലെ ദൈവത്തെ ദർശിക്കാൻ പറ്റിയ വിധം നമ്മുടെ ഹൃദയങ്ങൾ വിശാലമാകുന്നു. ഹല്ലേലൂയ. അപ്പം മാതാവിന് കേരള സഭ സമ്പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ വിശുദ്ധ മോൺഫോർട്ടിൻ്റെ പുസ്തകത്തിൽ കാണുന്ന അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു സമർപ്പണം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നടക്കുന്ന അത്ഭുതങ്ങളിൽ രണ്ടാമത്തേത്, പുത്രസഹജമായ ശരണത്തോടെ, ദൈവമക്കൾ എന്ന ശരണത്തോടെ പിതാവിനെന്ന പോലെ ദൈവത്തെ, പിതാവിൻ്റെ അഭിഷേകം, ആഭാ അനുഭവത്തിലേക്ക് നാം കടന്നു വരികയും ആ ആഭായെ ദർശിക്കാൻ പറ്റിയ വിധം നമ്മുടെ ഹൃദയം വിശാലമാകുന്നു. അതായത് വലിയ സ്വർഗീയ അനുഭവങ്ങളിലൂടെ, സ്വർഗീയ വെളിപാടുകളിലൂടെ, മോശയ്ക്കും അബ്രഹാമിനും ഇസഹാക്കിനൊക്കെ ലഭിച്ച അനുഭവങ്ങളിലൂടെ, കർത്താവായ യേശുവിൻ്റെ ആഭാ അനുഭവങ്ങളിലൂടെ സഭ കടന്നു പോവുകയാണ്. ഒരു ഹൃദയ ബന്ധം ദൈവവുമായിട്ട് സഭയിലെ മക്കൾക്കുണ്ടാകുകയാണ്. അവരൊരിക്കലും വേർപെടുത്താനാവാത്ത വിധം അപ്പൻ്റെയും മകൻ്റെയും അല്ലെ അപ്പൻ്റെയും മകളും എന്ന തരത്തിലുള്ള ബന്ധം ദൈവവുമായിട്ട് സംജാതമാകുകയാണെന്ന് വിശുദ്ധ മോൺഫോർട്ട് നമ്മളെ പഠിപ്പിക്കാം. മൂന്നാമത്തേത്, ആർദ്രവും പുത്രസഹജവുമായ സ്നേഹത്തിൽ ജ്വലിക്കുന്നു. ദൈവസ്നേഹം കൊണ്ട് നമ്മൾ നിറയുന്നു. ഇനി മാതാവിനോടുള്ള സമർപ്പണം എങ്ങനെയാണ് യേശു കേന്ദ്രീകൃതമാകുന്നതെന്ന് മോൺഫോർട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മളിന്ന് മാതാവിൻ്റെ സമർപ്പണത്തിൻ്റെ, മാതാവിൻ്റെ ദാസനാകുന്ന, ദാസിയാകുന്ന ആ മരിയൻ ശാസ്ത്രം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ വിശുദ്ധ മോൺഫോർട്ടിൻ്റെ യഥാർത്ഥ മരിയ ഭക്തി എന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മാതാവിനോടുള്ള സമർപ്പണം എങ്ങനെ യേശു കേന്ദ്രീകൃതമാകും, എങ്ങനെയാണ് അതൊരു ക്രിസ്ത്യാനിയുടെ പൂർണ്ണതയിലേക്ക് കടന്നു വരുന്നത്. ക്രിസ്ത്യാനിയുടെ പൂർണ്ണത നിലനിൽക്കുന്നതിന് 3 കാര്യങ്ങളുണ്ടെന്ന് മോൺഫോർട്ട് പഠിപ്പിക്കുന്നു. ഒന്ന്, യേശുവിൻ്റെ ഹിതമനുവർത്തിക്കുന്നവരായിട്ട് ഇവർ മാറുകയാണ്. യേശുവിൻ്റെ ഇഷ്ടം ജീവിതത്തിൽ കൊണ്ടുവരികയാണ്. രണ്ടാമത്, യേശുവിനോട് ഐക്യപ്പെടുകയാണ്. മൂന്നാമത്, യേശുവിന് പൂർണ്ണമായിട്ടും തങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഇനി ഇവിടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത ഈ മേഖലകളിലേക്ക് വരുമ്പോൾ, എല്ലാ സൃഷ്ടികളിൽ വെച്ച് ക്രിസ്തുവിന് ഏറ്റവും കൂടുതൽ വിധേയമായത് പരിശുദ്ധ മറിയമാണ്. അതുകൊണ്ട് മരിയ ഭക്തി മറിയത്തിനോട് സമർപ്പിക്കുമ്പോൾ ഈ ഒരു കൃപ ക്രിസ്ത്യാനിക്ക് ലഭിക്കുകയാണ്, കേരള സഭയ്ക്ക് ലഭിക്കുകയാണ്, ലോകം മുഴുവനുള്ള മലയാളിക്ക് ലഭിക്കുകയാണ്. മാതാവിൻ്റെ ഒരു പുഷ്പകിരീടം ചാർത്തുമ്പോൾ ദൈവത്തിന്, ക്രിസ്തുവിന് വിധേയപ്പെടുവാനുള്ള വലിയൊരു അഭിഷേകമാണ് കേരള സഭയ്ക്ക് കൈവരുന്നത്. പറഞ്ഞ ഹല്ലേലൂയ. മരിയ ഭക്തി നമ്മെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നുവെങ്കിൽ അതിനെ പിശാചിൻ്റെ തട്ടിപ്പായി കരുതി തിരസ്കരിക്കുകയാണ് വേണ്ടതെന്ന് മോൺഫോർട്ട് പഠിപ്പിക്കുന്നുണ്ട്. മോൺഫോർട്ട് ചോദിക്കുകയാണ്, മാതാവിന് ഈശോയേക്കാൾ അമിതമായ സ്ഥാനം കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് പിശാചിൻ്റെ തട്ടിപ്പാണ്. അപ്പോൾ എല്ലാറ്റിനേക്കാൾ ഉപരിയായി നാം ദൈവത്തെയാണ് മഹത്വപ്പെടുത്തേണ്ടത്. ഇനി മാതാവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവളുടെ ജീവിതത്തിൽ മനുഷ്യ സൃഷ്ടികളിൽ വെച്ച് ദൈവത്തെ ഏറ്റവും കൂടുതൽ മഹത്വപ്പെടുത്തിയ ഒരു മനുഷ്യ സൃഷ്ടിയാണ് മറിയം. ദൈവത്തെ ഇത്രമാത്രം മഹത്വപ്പെടുത്തിയ ഒരു സൃഷ്ടി വേറെയില്ല. അതുകൊണ്ട് സഭാപിതാക്കന്മാർ വിളിക്കുന്നുണ്ട്, ദൈവത്തെ ഏറ്റവും കൂടുതൽ മഹത്വപ്പെടുത്തിയ മഹോന്നത സൃഷ്ടിയാണ് മറിയം. അപ്പോൾ അവളെ അനുകരിക്കുമ്പോൾ, അവളുടെ ദാസനാകുമ്പോൾ, അവളെ ദാസിയാകുമ്പോൾ സഭ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നു, പരിശുദ്ധാത്മാവിനെ മഹത്വപ്പെടുത്തുന്നു. മറിയത്തിൻ്റെ ദാസിയാകുക യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ദാസനാകുക എന്നാണ് അതിൻ്റെ അർത്ഥം. മാമോദീസയിലൂടെ ഒരു ക്രിസ്ത്യാനിയുടെ വ്യക്തിത്വത്തിൽ വരുന്ന ഏറ്റവും വലിയ മാറ്റം, അല്ലെങ്കിൽ അവൾ ക്രിസ്തുവിൻ്റെ സ്വന്തമാകുകയാണ്. അപ്പോൾ സഭയെ മുഴുവൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുമ്പോൾ
നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മെത്രാന്മാർ ആഗ്രഹിക്കുന്നത് കേരള സഭ യേശുവിൻ്റെ സ്വന്തമാകുക. കാരണം ഇപ്പം നമ്മുടെ പാപം നിമിത്തം, നമ്മുടെ അഹങ്കാരം നിമിത്തം, നമ്മുടെ വഴക്കുകൾ നിമിത്തം നമ്മൾ യേശുവിൽ നിന്ന് വല്ലാതെ അകന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നതോടെ ഒരിക്കൽ കൂടെ കേരള സഭ, ഭാരത സഭ, അഖില സാർവത്രിക സഭ യേശുവിൻ്റെ സ്വന്തമായിട്ട് മാറുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. അവിടുന്ന് നമ്മെ സ്വന്തമാക്കിയത് അനന്തമായ വില കൊടുത്തുകൊണ്ടാണ്. ക്രിസ്തു നമ്മെ സ്വന്തമാക്കിയത് വലിയ വില കൊടുത്തു. തൻ്റെ നെഞ്ചു കുത്തി തുറന്നു, രക്തവും വെള്ളവും ഒഴുക്കി. അങ്ങനെ കുരിശുമരണത്തിലൂടെയാണ് മാനവകുലത്തെ ഈശോ നേടിയെടുത്തത്. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. മാതാവ് തന്നെ ആ വഴിയിലേക്ക് നമ്മെ കാണിച്ചു തന്നത് ആ ഈശോയുടെ മുൻപിൽ സ്വയം സമർപ്പിച്ചുകൊണ്ടാണ്. ദൈവവചനത്തിൻ്റെ മുൻപിൽ ഇതാ കർത്താവിൻ്റെ ദാസി. ഇതിലൂടെ മാതാവ് ചെയ്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവത്തെ ഏറ്റവും കൂടുതൽ മഹത്വപ്പെടുത്തി. നീതിമാന്മാരും വിശുദ്ധരും മാതാവിനെ അനുകരിക്കുന്ന ചരിത്രമാണ് സഭയ്ക്കുള്ളത്. വിശുദ്ധ മോൺഫോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നു, ക്രിസ്തുവിനും മറിയത്തിനും ഒരേ മനസ്സാണുള്ളത്. ഹല്ലേലൂയ. ക്രിസ്തുവിനും മറിയത്തിനും ഒരേ മനസ്സാണുള്ളത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ദാസന്മാരും ക്രിസ്തുവിൻ്റെ ദാസിമാരും മറിയത്തിൻ്റെ ദാസന്മാരും ദാസിമാരുമാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇത് നമുക്ക് അത്ഭുതകരമായ വിടുതലാണ് നമുക്ക് ലഭിക്കുന്നത്. പരിശുദ്ധ അമ്മ ആരാണ്? നമ്മുടെ മാർ ജോസഫ് പമ്പ്ളാനി പിതാവ് തൻ്റെ അഗ്നിപീഠം എന്ന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഈ പരിശുദ്ധ അമ്മയിലൂടെ കടന്നു വന്ന രക്ഷ എന്ന് പറയുന്നത് പുതിയ ഹവ്വയിലൂടെ കടന്നു വന്ന രക്ഷയാണ്. അതുകൊണ്ടാണ് സഭ നമ്മളെ പൂർണ്ണമായിട്ടും അവളുടെ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നത്. ഇപ്പം ആദ്യത്തെ ഹവ്വയും മറിയവും തമ്മിലുള്ള വ്യത്യാസം ജോസഫ് പമ്പ്ളാനി പിതാവ് ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ആദ്യത്തെ ഹവ്വ വായാടിയായിരുന്നു. അവൾ സംസാരിച്ചതൊക്കെയും പിശാചിനോടായിരുന്നു. ഞാൻ ഈ ദിവസങ്ങളിലെ വചനപ്രഘോഷണത്തിൽ പറഞ്ഞു, പരിശുദ്ധ അമ്മ പിശാചിന് ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ സ്ഥാനം കൊടുത്തില്ല, അവസരം കൊടുത്തില്ല. നിങ്ങൾ സാത്താൻ അവസരം കൊടുക്കല്ലേ എന്ന് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പിശാചിന് അവസരം കൊടുക്കല്ലേ. മറിയം തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സാത്താൻ അവസരം കൊടുത്തില്ല. ആദ്യ ഹവ്വ വായാടിയായിരുന്നു. അവൾ സംസാരിച്ചതൊക്കെ പിശാചിനോടായിരുന്നു. ആദത്തോടോ ദൈവത്തോടോ അവ സംസാരിക്കുന്നതായി ബൈബിൾ രേഖപ്പെടുത്തുന്നില്ല എന്ന് പമ്പ്ളാനി പിതാവ് തൻ്റെ പുസ്തകത്തിൽ പറയുക. എന്നാൽ മറിയം അവൾ സംസാരിച്ചത് മുഴുവൻ ദൈവത്തിനോടും ദൈവദൂതന്മാരോടുമായിരുന്നു. ഹല്ലേലൂയ. ലൂക്ക 1:27 വചനങ്ങളിലൊക്കെ നാം കാണുന്ന 1-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. മറിയം സംസാരിച്ചതൊക്കെയും ദൈവത്തിനോടും ദൈവദൂതന്മാരോടും. അവൾ പറഞ്ഞതെല്ലാം ദൈവസ്തുതികളായിരുന്നു. മറിയത്തിൻ്റെ വാക്കുകളെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തലായിരുന്നു. മൂന്നാമത്, കാനായിലെ അരക്ഷിതാവസ്ഥയിലും അവൾ സംസാരിച്ചത് കർത്താവിനോടാണ്, ദൈവത്തോടാണ്, മറ്റുള്ളവരോടല്ല. ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് മറിയം സംസാരിച്ചത് ദൈവത്തിനോടാണ്. അടുത്തത്, നിർണായക നിമിഷങ്ങളിൽ അവൾ നിശബ്ദയായി. ദൈവ വെളിപാടുകളുടെ മുൻപിൽ 12-ാം വയസ്സിൽ ഈശോയെ കാണാതായപ്പോൾ കാനായിലെ കഠിന പ്രതികരണത്തിൽ, കുരിശിലെ ദാരുണമായ മരണസമയത്തും മറിയം നിശബ്ദയായി. അപ്പം മറിയത്തെ അനുകരിക്കാനുള്ള വലിയ ദൈവവിളിയാണ് മറിയത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോഴുള്ളത്. പമ്പ്ളാനി പിതാവ് തുടർന്ന് എഴുതുകയാണ്, മനസ്സിലാക്കാനാവാത്തതും ഉൾക്കൊള്ളാനാവാത്തതുമായ തിരിച്ചടികൾ അല്ലേ നമ്മുടെ ജീവിതത്തിൽ, ദൈവം തന്ന ജീവിതത്തിൽ ദൈവം അങ്ങനെ അനുവദിക്കാറുണ്ട്. തിരിച്ചടികളും വെല്ലുവിളികളും എല്ലാം അനുവദിക്കപ്പെടാറുണ്ട്. അപ്പോഴും പലരുടെയും വിശ്വാസം തളരും, പലരുടെയും വിശ്വാസം പതറും, പലരും പ്രതിഷേധിക്കും, ദൈവത്തെ തന്നെ വെല്ലുവിളിക്കും അല്ലേ. നമുക്ക് രോഗങ്ങൾ വരുമ്പോൾ, കടബാധ്യതകൾ വരുമ്പോൾ തളർന്നു പോകും.
ദൈവത്തെ തന്നെ വെല്ലുവിളിക്കും, ദൈവമില്ല എന്ന് പറയും, ദൈവത്തെ ഉപേക്ഷിക്കും, അധാർമികതയ്ക്ക് അടിമപ്പെടും, മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെടും. എന്നാൽ മറിയം എല്ലായ്പ്പോഴും എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുമായിരുന്നു. പമ്പ്ളാനി പിതാവ് പറയാ, കാരണം ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മറിയത്തിന് ഉറപ്പുണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവം ചെയ്യുന്നതെല്ലാം ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. ദൈവം തൻ്റെ കാര്യങ്ങളിൽ ഇടപെടും. ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന് പമ്പ്ളാനി പിതാവ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. അവ തൻ്റെ ബുദ്ധിക്ക് അഗ്രാഹ്യമാണെങ്കിൽ പോലും, തനിക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കില്ലെങ്കിൽ പോലും, ഈ ഉറപ്പാണ് വിശ്വാസം. മറിയത്തിൻ്റെ ഉറപ്പാണ് ഇത്തരത്തിലേക്കുള്ള ഒരു വിശ്വാസത്തിലേക്കാണ് KCBC നമ്മെ എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ ദാസി ആക്കാനായിട്ടുള്ള ആ വലിയ സമർപ്പണത്തിലേക്ക് കൊണ്ടുവരുന്നത്. സ്വർഗത്തിലേക്കുള്ള മറിയത്തിൻ്റെ 5 പടികൾ. 1, ദൈവഹിത പ്രകാരമുള്ള യാത്രക്കാരിയാണ് മറിയം. ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം അന്വേഷിക്കുന്ന, സ്വർഗ ലക്ഷ്യമാക്കുന്ന യാത്രക്കാരിയാണ് മറിയം. അതുകൊണ്ടാണ് മോൺഫോർട്ട് പറഞ്ഞത്, മക്കളെ, നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ മറിയത്തിൻ്റെ അടുത്തേക്ക് വന്നു, നിങ്ങൾ രക്ഷപ്പെടും. ഞാൻ എൻ്റെ ജീവരക്തം കൊണ്ട് ഒപ്പിട്ട് തരാം, മറിയം നിങ്ങളെ രക്ഷിക്കുമെന്ന്. നിങ്ങളുടെ സ്വർഗം ലക്ഷ്യമാക്കിയുള്ള നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് വഴിതെറ്റിപ്പോയാൽ, നിങ്ങളുടെ വഴി പിഴച്ചു പോയാൽ, തകർന്നു പോയാൽ, അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങളുടെ അമ്മയുടെ അടുത്ത് അഭയം തേടിക്കോ, അമ്മ നിങ്ങളെ രക്ഷിക്കുമെന്ന്. ഞാൻ എൻ്റെ ജീവരക്തം കൊണ്ട് നിങ്ങൾക്ക് ഒപ്പിട്ട് തരാമെന്ന് മോൺഫോർട്ട് നമുക്ക് ഉറപ്പ് നൽകിയാണ്. മാതാവിനെ കുറിച്ചുള്ള വലിയ വെളിപാടുകൾ ലഭിച്ച വിശുദ്ധനാണ് ലൂയിസ് മരിയ മോൺഫോർട്ട്. പറഞ്ഞ ഹല്ലേലൂയ. രണ്ടാമത്തേത്, ഈശോ പറയുന്നത് പോലെ ചെയ്യുക എന്ന മനോഭാവം. അപ്പൊ സ്വർഗത്തിലേക്കുള്ള മറിയത്തിൻ്റെ 5 പടികൾ. ഒന്നാമത്തെ നേരത്തെ പറഞ്ഞു, ദൈവഹിത പ്രകാരമുള്ള യാത്രക്കാരിയാണ് മറിയം. അപ്പൊ മറിയത്തിൻ്റെ കൂടെ പോയാൽ ദൈവഹിത പ്രകാരം മറിയം നമ്മെ എല്ലാവരും സ്വർഗത്തിലേക്ക് എത്തി. വഴിതെറ്റി പോകുമ്പോൾ അമ്മേ എന്ന് വിളിച്ചാൽ, ഭിന്നതകൾ വരുമ്പോൾ, തളർന്നു പോകുമ്പോൾ, വഴക്കുകൾ ഉണ്ടാകുമ്പോൾ, അരക്ഷിതാവസ്ഥകൾ ഉണ്ടാകുമ്പോൾ, സഭ തളരുമ്പോൾ, ആത്മീയ മന്ദതകൾ നേരിടുമ്പോൾ, യുവജനങ്ങൾ തളരുമ്പോൾ, ആ സമയത്ത് അമ്മേ എന്ന് വിളിച്ചു. ഇപ്പോൾ KCBC, ഇപ്പോൾ ഷാലോം TVയും പരിശുദ്ധ അമ്മയോട് ചേർന്ന് മോൺഫോർട്ട് പഠിപ്പിച്ചതുപോലെ അമ്മയുടെ അടുത്ത് അഭയം തേടുക. വഴിതെറ്റി പോകുമ്പോൾ വഴികൾ നേരെയാക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. ദൈവഹിത പ്രകാരമുള്ള യാത്രക്കാരിയാണ് മറിയം. രണ്ടാമത്, ഈശോ പറയുന്നത് പോലെ ചെയ്യുക എന്ന മനോഭാവം ജീവിതത്തിൽ കൊണ്ടു നടന്നവളാണ് മറിയം. ഹൃദയത്തിലും ജീവിതത്തിലും ദൈവത്തിന് ഇടം കൊടുത്തവളാണ് മറിയം. ഈ പ്രസംഗങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചു, ആ ദൈവത്തിന് മാത്രമാണ് അവൾ ഇടം കൊടുത്തത്. മറിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളൊന്ന്, അവളുടെ ജീവിതത്തിൽ അവള് ഒരിക്കലും സാത്താന് ഇടം കൊടുത്തില്ല. സാത്താന് നമ്മൾ ഇടം കൊടുത്തപ്പോഴാണ് നമ്മുടെ ഇടയിൽ ഭിന്നതകൾ വന്നത്, നമ്മുടെ ഇടയിൽ ആശങ്കകൾ വന്നത്, നമ്മളുടെ ഇടയിൽ ഭയങ്ങൾ വന്നത്, കലഹത്തിൻ്റെ ദുരാത്മാക്കൾ പ്രബലപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ സാത്താൻ ഇടം കൊടുത്തപ്പോഴാണ്. എന്നാൽ മറിയം തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സാത്താൻ ഇടം കൊടുത്തില്ല. 4 ജീവിതത്തിലെ പ്രതിസന്ധികളിലും തിരിച്ചടികളിലും വിശ്വാസം വിടാതെ അവൾ കാത്തു സൂക്ഷിച്ചു. നമ്മളുടെ ജീവിതത്തിൽ തിരിച്ചടികളും പ്രതിസന്ധികളും വന്നപ്പോൾ പലപ്പോഴും വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതാണ് നാം കാണുന്നത്. പരിശുദ്ധ അമ്മയെ അനുകരിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയെ പിഞ്ചെല്ലുമ്പോൾ, തൻ്റെ ജീവിത പ്രതിസന്ധികളിലും കാൽവരിയിൽ ആ യാഗവേളയിൽ കാൽവരി മലയുടെ കുരിശിന്റെ ചുവട്ടിൽ നിന്നപ്പോഴും അടിപതറാതെ നിന്ന വിശ്വാസം വിടാതെ കാത്തു സൂക്ഷിച്ചവളാണ് പരിശുദ്ധ അമ്മ. 5-മത്തേത്, മറിയത്തെ പോലെ സഭയെ പടുത്തുയർത്താൻ അത്യാധ്വാനം ചെയ്യുക. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ദൈവവിളികളിൽ പ്രധാനപ്പെട്ടത് ഫ്രാൻസിസ് പാപ്പ നിരന്തരം പറയാറുണ്ട്, 1 ദൈവത്തെ മഹത്വപ്പെടുത്തുക,
ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ദൈവവിളി കത്തോലിക്ക സഭയെ പടുത്തുയർത്തുക. പരിശുദ്ധ അമ്മ സഭയെ പടുത്തുയർത്താൻ അത്യാധ്വാനം ചെയ്തവളാണെന്ന് അപ്പോസ്തല പ്രവർത്തനത്തിൽ അപ്പോസ്തലന്മാരുടെ കൂടെ പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കുചേർന്ന് പെന്തക്കോസ്താ ദിനത്തിൽ അവരോടൊപ്പം നിന്ന് തീക്ഷ്ണമായി പ്രാർത്ഥിച്ച അമ്മ, പ്രതിസന്ധികളിൽ ഇടപെട്ട അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ് സഭയെ പടുത്തുയർത്താൻ അത്യാധ്വാനം ചെയ്യുക. ഈ പരിശുദ്ധ അമ്മയുടെ എല്ലാ പ്രത്യേകതകൾക്ക് കാരണം അവളുടെ കൂടെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പല സഭ പിതാക്കന്മാരും അറിയതെ വിളിച്ചത് ആത്മാവിൻ്റെ പണിപ്പുര, പരിശുദ്ധാത്മാവിൻ്റെ പണിപ്പുര, ആത്മാവിൻ്റെ ഇരിപ്പിടം. എഫ്രൈം വിളിച്ചതാണ്. ആത്മാവിൻ്റെ ആലയം വിശുദ്ധ അംബ്രോസ് വിളിച്ചതാണ്. ആത്മാവിൻ്റെ സക്രാരി, ആത്മാവിൻ്റെ മണവാട്ടി. നോക്കിക്കേ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, KCBCയോടൊപ്പം ചേർന്ന് ഈ ആത്മീയ യാത്ര ചെയ്യുമ്പോൾ, ഈ നവീകരണത്തിന് വേണ്ടി ദാഹിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയിൽ അഭയം തേടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. ഇന്ന് ഈശോയുടെ മുൻപിൽ ആരാധനയിൽ പങ്കെടുത്ത് നാം പ്രാർത്ഥിക്കുമ്പോൾ ആ കൃപകളും വരങ്ങളും പുണ്യങ്ങളും കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അടുത്ത് നമുക്ക് അഭയം തേടാം. പ്രിയപ്പെട്ട മക്കളെ, ആരാധനയിൻ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും എന്നേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ.
പ്രിയപ്പെട്ട മക്കളെ, കേരള സഭയുടെ ഈ നവീകരണ കാലഘട്ടത്തിൽ ഷാലോം ടെലിവിഷൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അമ്മയ്ക്കൊരു പുഷ്പകിരീടം എന്ന ശുശ്രൂഷയുടെ ഏറ്റവും കേന്ദ്രബിന്ദുവായ ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ എല്ലാവരുടെ സന്നിധിയിൽ എഴുന്നള്ളി വന്നിരിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് കരങ്ങളൊക്കെ കുപ്പിപ്പിടിച്ച്, അല്ലെങ്കിൽ യൂട്യൂബിലൂടെ എല്ലാം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവര് ഇരു കരങ്ങളും കുപ്പിപ്പിടിച്ച് തമ്പുരാന്റെ മുൻപിൽ ഏറ്റവും ഭക്തിയോടുകൂടി ആയിരിക്കുക. കാരണം കുറെ നാളുകളായി നാം ചോദിക്കുന്ന, അല്ലെ നമ്മെ ഭിന്നിപ്പിക്കുന്ന, നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ ദിവസങ്ങളിൽ, ഈ നവീകരണ കാലഘട്ടങ്ങളിൽ പരിശുദ്ധ കുർബാന നമുക്ക് നൽകുന്നത്. നമ്മുടെ എല്ലാ ചോദ്യങ്ങളുടെയും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും വലിയ ഉത്തരമാണ് നാം എല്ലാവരും ഒരുമിച്ച് ഒരേ മനസ്സോടെ, ഒരേ ഹൃദയത്തോടെ, എളിമയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ സാർവത്രിക സഭയോടൊപ്പം ഒറ്റ സഭയായി നാം കരങ്ങൾ കുപ്പിപ്പിടിച്ച് നിൽക്കുന്നത്. കർത്താവേ, അവിടുന്ന് സത്യമായിട്ടും പരിശുദ്ധ കുർബാനയിലുണ്ട്. ഞങ്ങളെ സുഖപ്പെടുത്തുവാൻ, ഞങ്ങളുടെ മുറിവുകളെ ഉണക്കുവാനാണ് അവിടുന്ന് സത്യമായിട്ടും എഴുന്നള്ളി വന്നിരിക്കുന്നത്. ഈശോ, അവിടുന്ന് കരങ്ങൾ നീട്ടി ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകണമേ. വഴിതെറ്റിപ്പോയ അവസ്ഥകളെല്ലാം അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾ പരസ്പരം കലഹിച്ചുപോയി, ഞങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തി. യേശുവേ, നിന്റെ സഭ എന്താണെന്ന് തിരിച്ചറിയാതെ ഞങ്ങൾ പ്രവർത്തിച്ചു പോയ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് പറയുകയാണ്. കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകിയ ആ മഹാഭാഗ്യത്തെ വേണ്ട വിധം ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന അങ്ങയുടെ ആ വാക്കുകൾ ഞങ്ങൾക്ക് മഹാഭാഗ്യമായിരുന്നെങ്കിലും, പരിശുദ്ധ കുർബാന ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നെങ്കിലും, ഈശോയെ, അതിൻ്റെ യോഗ്യതയനുസരിച്ച്, അതിൻ്റെ കൃപയനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഞങ്ങൾ പരസ്പരം കലഹിച്ചു. കർത്താവേ, നിസാരമായ കാര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ കലഹിച്ചു, ആരാധന ക്രമങ്ങളെ ഓർത്ത് ഞങ്ങൾ കലഹിച്ചു, അധികാരങ്ങളെ ഓർത്ത് ഞങ്ങൾ കലഹിച്ചു. ഈശോയെ, ഇന്ന് ഞങ്ങള് മാപ്പ് പറഞ്ഞുകൊണ്ട് നിന്റെ മുൻപിൽ നിൽക്കുക. ഞങ്ങൾക്ക് നീ വലിയ കൃപ അയച്ചു നൽകണം. വരപ്രസാദം ഞങ്ങൾക്ക് നൽകണം. വരങ്ങളും ദാനങ്ങളും കൊണ്ട് ഞങ്ങളെ നിറക്കണം. ഈശോയെ, പൂർണ്ണാത്മാവോടെ, സർവശക്തിയോടെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സഭയോട് ചേർന്ന്, ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോട് ചേർന്ന്, സാർവത്രിക സഭയോട് ചേർന്ന്, കേരള സഭ മുഴുവനും ഒറ്റക്കെട്ടായി ഞങ്ങളുടെ മെത്രാന്മാരോട് ചേർന്ന്, ഞങ്ങളുടെ വൈദികരോട് ചേർന്ന്, സന്യസ്തരോട് ചേർന്ന് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കർത്താവേ, ഈശോ, ഞങ്ങളുടെ അഹങ്കാരങ്ങളൊന്നും അവിടുന്ന് പരിഗണിക്കല്ലേ. ഞങ്ങളുടെ സ്വാർത്ഥതകളിലേക്ക് നോക്കല്ലേ. ഞങ്ങളുടെ തലക്കനത്തിലേക്ക് നോക്കല്ലേ. ഈശോയെ, അങ്ങയുടെ അനന്തമായ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ മേലുള്ള എല്ലാ തിന്മകളെയും കരിച്ചു കളയണമേ. പ്രിയപ്പെട്ട മക്കളെ, കരങ്ങൾ കുപ്പിപ്പിടിച്ച് തല കുമ്പിട്ട് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ഭവനങ്ങളില്
സാധിക്കുന്നവരൊക്കെ കരങ്ങളൊക്കെ ഇങ്ങനെ വിരിച്ചു പിടിച്ചുകൊണ്ട് അച്ഛനോടൊപ്പം ഒന്ന് പ്രാർത്ഥിച്ച കർത്താവായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സർവത്തിന്റെയും അതിനാഥനാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങൾ എല്ലാവരും അങ്ങേ ശരീരത്തിലെ അവയവങ്ങളാണെന്നുള്ള ആ സത്യത്തെ ഞങ്ങൾ ധ്യാനിക്കുകയും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. എന്റെ കർത്താവേ, കത്തോലിക്ക സഭയുടെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ആദിമസഭയുടെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പെന്തക്കോസ്തയുടെ ശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഈശോയെ, അപ്പോസ്തലന്മാരെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, യേശുവിന്റെ ആത്മാവേ, പെന്തക്കോസ്തയുടെ ആത്മാവേ, വിശുദ്ധ വചനത്തിന്റെ ആത്മാവേ, യേശുവിന്റെ വാഗ്ദാനമേ, വരങ്ങളുടെ അടിസ്ഥാനമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധ മറിയത്തെ ബലപ്പെടുത്തിയ ആത്മാവേ, സ്ലീഹന്മാരെ ബലപ്പെടുത്തിയ ആത്മാവേ, ആദിമ സഭയെ ബലപ്പെടുത്തിയ ആത്മാവേ, മിഷണറിമാരെ പ്രചോദിപ്പിച്ച ആത്മാവേ, ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദാഹിച്ചുകൊണ്ടെന്ന് സ്തുതിച്ചേ മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടട്ടെ, പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടട്ടെ, ദൈവത്തിന്റെ ആത്മാവ് വർഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രവാചകന്മാരുടെ മേൽ ഇറങ്ങി വന്ന അതേ ആത്മാവ്, സ്ത്രീകന്മാരുടെ മേൽ ഇറങ്ങി വന്ന അതേ ആത്മാവ്, പരിശുദ്ധ മറിയത്തിന്റെ മേൽ ഇറങ്ങി വന്ന അതേ പരിശുദ്ധാത്മാവ്, വിശുദ്ധന്മാരുടെ മേൽ ഇറങ്ങി വന്ന അതേ പരിശുദ്ധാത്മാവ് ഒരിക്കൽ കൂടെ ആഗോള കത്തോലിക്ക സഭയെ ബലപ്പെടുത്താൻ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. കരങ്ങൾ വിരിച്ചു പിടിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആഗ്രഹിച്ചു പാടിക്കും മക്കളെ. വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ഏലിയായിൽ കത്തി ജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, ആമേൻ. ഏലീശായിക്ക് ഇരട്ടിയേകിയ പരിശുദ്ധാത്മാവേ, ആത്മാവേ, ഏലിയായിൽ കത്തി ജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, ആമേൻ. ഏലീശായിക്ക് ഇരട്ടിയേകിയ പരിശുദ്ധാത്മാവേ, ഈശോ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പ്രിയപ്പെട്ട മക്കളെ, KCBC ആഗ്രഹിക്കുകയാണ് ഈ കാലഘട്ടത്തില് എല്ലാ ദൈവജനത്തിനും, ഓരോ വ്യക്തികളും, സഭയിലെ ഓരോ അംഗങ്ങളും നമ്മളിൽ സഭയോടുള്ള ആഴമായ അടുപ്പവും സ്നേഹവും നമ്മുടെ ഉള്ളിലേക്ക് വളരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മെത്രാന്മാരെ ആഗ്രഹിക്കാം, നമ്മളെല്ലാവരും സഭയെ സ്നേഹിക്കാൻ, സഭയോട് വലിയ അടുപ്പം ഉണ്ടാകാനായിട്ട് നമുക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. നമ്മുടെ മെത്രാന്മാരെ ആഗ്രഹിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തില് കൂദാശകളോടുള്ള വലിയ താല്പര്യം നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ, കുമ്പസാരത്തോട്, പരിശുദ്ധ കുർബാനയോട്, മറ്റു കൂദാശകളോടുള്ള
വലിയ വലിയ ആഗ്രഹവും താല്പര്യവും നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രമായിട്ട് നമ്മുടെ കൂദാശകൾ മാറണം. നമ്മുടെ കത്തോലിക്ക സഭയുടെ ശക്തിയാണ്, കത്തോലിക്ക സഭയുടെ വലിയ അഭിഷേകമാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ കൂദാശകള്. അപ്പൊ ഈ നവീകരണ കാലഘട്ടത്തില് നമ്മുടെ മെത്രാന്മാർ ആഗ്രഹിക്കുകയാണ് നമ്മളിൽ എല്ലാവരിലും കൂദാശകളോടുള്ള വലിയ സ്നേഹം. മറ്റൊന്ന്, നമ്മുടെ പിതാക്കന്മാർ ആഗ്രഹിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തോടുള്ള പ്രതിബദ്ധത. നമ്മുടെ കുടുംബ പ്രാർത്ഥന, ഭവനങ്ങളിലുള്ള ജപമാലകള്. പ്രിയപ്പെട്ട മക്കളെ, ഏതെങ്കിലും ഭവനങ്ങളിൽ നിന്ന് ജപമാലയും കുടുംബ പ്രാർത്ഥനകളും വചനവായനകളും ഇല്ലാതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെത്രാന്മാർ ആഗ്രഹിക്കുന്നു, ഈ ജപമാല യജ്ഞത്തിലൂടെ നമ്മുടെ ഷാലോം ടെലിവിഷൻ ആഗ്രഹിക്കുന്നു ആ കുടുംബ പ്രാർത്ഥനയുടെ അഭിഷേകം, ആ ജപമാലയുടെ അഭിഷേകം. ഇത് സാത്താനെ ബന്ധിക്കുന്നതാണ്. വചനം വായിക്കുന്ന കുടുംബങ്ങളില്, ജപമാല ചൊല്ലുന്ന കുടുംബങ്ങളിൽ സാത്താൻ പ്രബലപ്പെടില്ല എന്നുള്ള തിരുസഭയുടെ പഠനങ്ങളുടെ മുൻപില് പ്രിയപ്പെട്ട മക്കള് നമുക്ക് കരങ്ങൾ കുപ്പിപ്പിടിക്കാം. അത് മാത്രമല്ല, കരിസ്മാറ്റിക് വരങ്ങള്, ദാനങ്ങള് ആദിമ ക്രൈസ്തവ സഭയിൽ ഉണ്ടായതുപോലെ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ, ദാനങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ആദ്യകാലഘട്ട കരിസ്മാറ്റിക്കുകാര് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ ഉപയോഗിച്ച് വചനം പറഞ്ഞതുപോലെ, വരങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതുപോലെ, കൂട്ടായ്മകൾ വളർത്തിയതുപോലെ ഒരിക്കൽ കൂടെ വരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം മക്കളെ. വരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കാം മക്കളെ, വരങ്ങൾക്ക് വേണ്ടി ദാഹിക്കാം മക്കളെ. അപ്പോഴാണ് സഭ വളരുന്നത്, അപ്പോഴാണ് സഭയെ പടുത്തുയർത്താൻ സാധിക്കുന്നത്, അപ്പോഴാണ് നമുക്ക് പ്രേക്ഷിതരുണ്ടാകുന്നത്, വചന പ്രഘോഷകരെ ലഭിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. മറ്റൊന്ന്, സഭയുടെ വലിയ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, ഇടവകയിലെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, രൂപതാ മെത്രാനോട് ചേർന്നുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. കേരളത്തിലെ എല്ലാ മെത്രാന്മാരോട് ചേർന്ന് KCBCയോട് ചേർന്നുള്ള ആ വലിയ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഫ്രാൻസിസ് പാപ്പയോട് ചേർന്ന് സാർവത്രിക സഭയുടെ വലിയൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു സെക്റ്റുകളും ഒരു അബദ്ധ പഠനങ്ങളും അബദ്ധ സിദ്ധാന്തങ്ങളും നമ്മളെ വഴിതെറ്റിക്കാൻ പാടില്ല. ഈ ഒരു നവീകരണ കാലഘട്ടത്തില് സഭാ പഠനങ്ങള് ആഴത്തിൽ പഠിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിലെ അംഗങ്ങളാകാൻ പ്രിയപ്പെട്ടവരെ. സാത്താന്റെ തട്ടിപ്പുകളുടെ മുൻപിൽ നമുക്ക് പതറിപ്പോകാൻ പാടില്ല. സാത്താന്റെ തട്ടിപ്പ് അതാണല്ലോ ഭിന്നത. നമ്മുടെ സമൂഹത്തിലുള്ള ഭിന്നതകൾ, എവിടെയെല്ലാം ഭിന്നതകളുണ്ടോ അവിടെ പരിശുദ്ധാത്മാവില്ല, ദൈവത്തിന്റെ ആത്മാവില്ല. അവര് സാത്താൻ അടിമകളാണ്, സാത്താന്റെ തട്ടിപ്പിന് വിധേയപ്പെട്ടിരിക്കുകയാണ്. ആയതിനാൽ വലിയൊരു കൂട്ടായ്മ രൂപം കൊള്ളാനായിട്ട് ഇടവക കൂട്ടായ്മകള്, കുടുംബ പ്രാർത്ഥനാ യൂണിറ്റുകള്, BCCകള്, കരിസ്മാറ്റിക് പ്രാർത്ഥന കൂട്ടായ്മകള്, അതിലുള്ള ഐക്യവും സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ഒരിക്കൽ കൂടെ സഭയെ കത്തി ജ്വലിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മധ്യസ്ഥ പ്രാർത്ഥനയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന വരമുള്ളവരെ നമുക്ക് ആവശ്യമാണ്. ഈ ഒരു ശുശ്രൂഷയിലൂടെ അനവധിയായ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുകൾ കേരളത്തിൽ രൂപം കൊള്ളട്ടെ. എല്ലാ ഇടവകകളിലും മധ്യസ്ഥ പ്രാർത്ഥനകൾ രൂപം കൊള്ളട്ടെ. മെത്രാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആഗോള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ രൂപം കൊള്ളട്ടെ. നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച മക്കളെ. മാത്രമല്ല, സൗഖ്യത്തിന്റെയും വിടുതലിന്റെയും അനുഭവങ്ങൾ ലഭിക്കട്ടെ. അന്ധവിശ്വാസങ്ങള്, ആഭിചാരങ്ങള്, ഗൂഢോത്രങ്ങള്, മന്ത്രവാദങ്ങള് അവയെല്ലാം തകർക്കപ്പെടട്ടെ. സഭ ശരിയായ പഠനങ്ങൾ നടത്തട്ടെ. ഈ തിന്മകളെ ബഹിഷ്കരിക്കാനും ബന്ധിക്കാനും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ രൂപതകളിലും തീഷ്ണമതികളായ വൈദികര് മെത്രാന്മാരുടെ നേതൃത്വത്തിൽ രൂപം കൊള്ളുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളുടെ മുൻപിൽ നമ്മുടെ പാവപ്പെട്ട മനുഷ്യർ എവിടെ പോകും? ആയതിനാൽ ഓരോ രൂപതകളിലും ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെ, തിന്മയുടെ ശക്തികളെ ബന്ധിക്കാൻ, ശാസിക്കാൻ
കൃപയുള്ള, വരമുള്ള, അഭിഷേകമുള്ള ശുശ്രൂഷകര് ഉയർത്തെഴുന്നേൽക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മക്കള്, ഈ നിയോഗങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചോ മക്കളെ, സ്തുതിച്ചോ. കർത്താവിനെ വിളിച്ച് സ്തുതിച്ചോ. വലിയ അഭിഷേകത്തിന് വേണ്ടി സ്തുതിച്ചോ. ലോകരക്ഷകനായ ക്രിസ്തു മനുഷ്യന്റെ മുറിവുകൾ ഉണക്കുന്നവനാണ്. അവന്റെ സഭയ്ക്ക് സൗഖ്യ ശുശ്രൂഷ തുടരാനുള്ള ദൗത്യമുണ്ട്. തിന്മയുടെ ശത്രുക്കളെ പുറത്താക്കാനുള്ള കടമയുണ്ട്. ഈ ഒരു ബോധ്യത്തിലേക്ക് സഭ കടന്നു വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിൻ തിരുസഭയെ നയിച്ചിടുവാൻ, നിൻ സുവിശേഷം നൽകിടുവാൻ, ദുഃഖിതരെ പരിരക്ഷിപ്പാൻ വരമിന്നരുളുക ദാസർക്കായി. നിൻ തിരുസഭയെ നയിച്ചിടുവാൻ, നിൻ സുവിശേഷം നൽകിടുവാൻ, ദുഃഖിതരെ പരിരക്ഷിപ്പാൻ വരമിന്നരുളുക ദാസർക്കായി. പരിശുദ്ധാത്മാവേ, വിളിച്ചോ മക്കളെ, പരിശുദ്ധാത്മാവിനെ വിളിച്ചോ. പറന്നിറങ്ങണമേ, സഭയുടെ മേല് ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. പരിശുദ്ധാത്മാവേ, വേഗം പറന്നിറങ്ങണമേ, ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. പരിശുദ്ധാത്മാവേ, ആഗ്രഹിച്ചു പാടിക്ക മക്കളെ. പറന്നിറങ്ങണമേ, പരിശുദ്ധാത്മാവേ, ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. പ്രിയപ്പെട്ട മക്കളെ, ഒരു നവീകരണത്തെ കുറിച്ച്. നവീകരണം എന്താണ്? പരിശുദ്ധാത്മാവിലുള്ള നവീകരണത്തിന്റെ മേഖലയിൽ സാത്താന്റെ മുഴുവൻ ശക്തികളും തകർക്കപ്പെടും. നമ്മളിന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുന്നത് സർവത്തിന്റെയും അതിനാഥനായ ഈശോയാ. നമ്മുടെ സഭയെ പീഡിപ്പിക്കുന്ന, നമ്മുടെ ദൈവജനത്തെ പീഡിപ്പിക്കുന്ന, നമ്മുടെ ഇടയിൽ ഭിന്നതകൾ ഉണ്ടാക്കുന്ന, തളർച്ചകൾ ഉണ്ടാക്കുന്ന സകല ശക്തികളെയും ബന്ധിക്കാനും ശാസിക്കാനും കഴിവുള്ളവനാണ് പ്രിയപ്പെട്ട മക്കളെ തിരുവോസ്തിയിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ആ കർത്താവിന്റെ മുൻപിൽ അഭയം തേടിക്കൊണ്ട് നമുക്ക് ഈ ഒരു പ്രാർത്ഥന ഏറ്റുചൊല്ലാം. യേശുവല്ലാതെ മറ്റൊരു കർത്താവില്ലെന്ന് ഞാൻ ഏറ്റുപറയുന്നു. സ്വന്തം രക്തത്താൽ ഞങ്ങളെ സ്വന്തമാക്കിയ കർത്താവിന്റെ അധികാരത്തിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ സഭയെ ശല്യപ്പെടുത്തുന്ന, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ, സഭാ ജീവിതത്തെ ശല്യപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടാരൂപികളും അവയുടെ ദുഷ്ടതകളും ചതിപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും അവയിൽ നിന്നുണ്ടായിട്ടുള്ള സകല തിന്മകളും ഈ നിമിഷം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും കത്തോലിക്ക സഭയിൽ നിന്നും വിട്ടുപോകട്ടെ. ഇനിമേലിൽ ഞങ്ങളെയും ഞങ്ങളുടെ സഭയെയും ശല്യം ചെയ്യാൻ പാടില്ല. ഞങ്ങളിൽ പ്രവർത്തിക്കുന്ന, ഞങ്ങളുടെ സഭയിൽ പ്രവർത്തിക്കുന്ന എല്ലാ തിന്മകളുടെയും ദുഷ്ടാത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. യേശുവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയാൽ, അവിടുത്തെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ എല്ലാ തിന്മകളെയും, എല്ലാ ഭിന്നതകളെയും, എല്ലാ വെറുപ്പിനെയും, എല്ലാ പകയെയും, ദൈവസ്നേഹത്തിന് വിരുദ്ധമായ കാര്യങ്ങളെയും ഞങ്ങൾ നിർവീര്യമാക്കുന്നു.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്ധകാര ശക്തികളെ, നാരക ശക്തികളെ, അന്ധകാര സേനകളെ, യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ നിങ്ങളെ ആട്ടിപ്പായിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന്, ഞങ്ങളുടെ ഇടവകയിൽ നിന്ന്, ഞങ്ങളുടെ രൂപതയിൽ നിന്ന്, കേരള സഭയിൽ നിന്ന്, സാർവത്രിക സഭയിൽ നിന്ന് ഞങ്ങൾ ആട്ടിപ്പായിക്കുന്നു. ഈശോയെ, നിന്റെ നാമത്തിന്റെ ശക്തിയാൽ ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, തിന്മകൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഇരു കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ. എല്ലാവിധ തിന്മകളും, പൈശാചികതകള്, ഭിന്നതകൾ, വെറുപ്പുകൾ, വിദേശങ്ങൾ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതമായ വിടുതൽ, തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ, യേശുവിന്റെ നാമത്തിന് ശക്തിയാണ്. തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിൻ്റെ തിരുരക്തം നമ്മിൽ നിറയട്ടെ. യേശുവിൻ്റെ തിരുരക്തം തിരുസഭയിൽ നിറയട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ എല്ലാ രോഗങ്ങളും, വേദനകളും, ആകുലതകളും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് മുട്ടുകുത്തി നിന്ന്, സാധിക്കുന്നവരെല്ലാം മുട്ടുകുത്തി നിന്ന് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് നമുക്ക് ഈ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം. കാരം നീട്ടണമേ, കാരം നീട്ടണമേ, കാരം നീട്ടണമേ മക്കളിൽ. കാരം നീട്ടണമേ, കാരം നീട്ടണമേ, കാരം നീട്ടണമേ മക്കളിൽ. കാരം നീട്ടണമേ, കാരം നീട്ടണമേ, കാരം നീട്ടണമേ മക്കളിൽ. അമ്മേ മാതാവേ, നിൻ സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു.